ഹലോ. അപ്പം വീണ്ടും ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ മീഷോന്ന് മേടിച്ചതാണ്. അപ്പോൾ അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു റെഡ് തീം ബേസ്ഡ് ഡ്രസ്സുകൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫുൾ റെഡാണ് ഡ്രസ്സ്, സാരി, ചുരിദാർ, പിന്നെ ഒരു ഇയറിങ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊരു റെഡ് കളറാണ്, സാരിയാണ് കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെ പ്രിന്റഡ് ഒക്കെ ആയിട്ട്. വീഡിയോയിൽ കാണുന്ന അത്ര ഒരു ഡാർക്ക് റെഡ് അല്ല കേട്ടോ, കുറച്ച് ലൈറ്റാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനത്തെ കുറേ ഇങ്ങനെ കണ്ടോ, അങ്ങനെ ഡിസൈന് വർക്ക് അങ്ങനത്തെ ഒക്കെ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പ്രിന്റഡ് ഉള്ളത്. പിന്നെ കുറേ ABCD അങ്ങനത്തെ ഒക്കെ പ്രിന്റഡ് ഉള്ള സാരി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയപ്പോൾ ഇതും കൂടി ഒന്ന് മേടിച്ച് നോക്കിയതാണ്. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഇതപ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ലേസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വൈറ്റ് കളർ ലേസ്, നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാൻ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ഉണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ മേടിച്ചത് മീഷോ തന്നെയാണ് കേട്ടോ. അപ്പം ഇനി ബ്ലൗസും കൂടി ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതും മീഷോന്ന് മേടിച്ചത് തന്നെയാണ്. അപ്പോൾ ഇത് വന്നിട്ടൊരു കോട്ടൻ്റെ ബ്ലൗസാണ് കേട്ടോ. ഇത് കോട്ടൻ്റെ ഇങ്ങനത്തെ ഒരു ബ്ലൗസാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്തിട്ട് വരാം കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. എത്ര കൈയാണ് വരുന്നത് കേട്ടോ, ഒരു 3/4 ഉണ്ടാവും. മുട്ട് വരെയുള്ള കൈയാണ്. പിന്നെ കുറച്ച് റൗണ്ടായിട്ടുള്ള നെക്കാണ്. ബാക്ക് നെക്കും അത്ര വൈഡൊന്നും അല്ല കേട്ടോ. അപ്പോൾ എൻ്റെ സൈസ് ഞാൻ 38 ആണ് കേട്ടോ മേടിച്ചിരിക്കണത്. ഇതാണ് വരുന്നത്. ഫ്രണ്ടിലാണ് ഹുക്കൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ പ്രിൻസസ് കട്ടാണ് വന്നിരിക്കണത്, വൈറ്റും ബ്ലാക്കും ആയിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസാണ്, എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. പിന്നെ സാരി ഉടുക്കാൻ നല്ല സൂപ്പറായിട്ട് വേഗം ഉടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട്. പിന്നെ ബ്ലൗസിൻ്റെ കാര്യം പറയാന്ന് വെച്ചാൽ അതും ഭയങ്കര കോൺട്രാസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. സാരി നല്ല വർക്കൊക്കെയാണ് കേട്ടോ. പക്ഷെ ബ്ലൗസ് ഇതാ അപ്പോഴും കുറച്ച് ലൂസുണ്ട്. അപ്പം ഞാൻ ഇത്തിരി പിന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക. എൻ്റെ 48 ഞാൻ 38 ആണ് സൈസ് എടുത്തത്. എന്നിട്ട് കുറച്ച് ലൂസാണ് കേട്ടോ. കുഴപ്പമില്ല. പ്രിൻ്റൊക്കെ ഇതാ സൂപ്പറായിട്ട് ബാക്ക് ലൈൻസ് നന്നായിട്ട് ഉടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് നന്നായിട്ട് ഉടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പം ഞാനൊരു റെഡ് കമ്മൽ വെച്ചിട്ടാണ് കേട്ടോ ടയർ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാനൊരു റെഡ് കമ്മലാണ് ടയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാ സൂപ്പറായിട്ട് ഉടുക്കാൻ പറ്റും. കുറേ ആഗ്രഹിച്ച് മേടിച്ചൊരു ഡ്രസ്സാണ് കേട്ടോ അത്. എൻ്റെ കയ്യിലൊരു റെഡ് കളർ അത്രയൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു റെഡ് കുർത്തയാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. മീഷോന്നാണ് മേടിച്ചത്. അപ്പോൾ നല്ല ഗോൾഡൻ്റെ വർക്കൊക്കെ ആയിട്ട് സൂപ്പർ ക്വാളിറ്റിയാണ് കേട്ടോ. ഞാൻ ലാർജായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് ഇങ്ങനെ പാക്കിംഗ് ഒക്കെ സൂപ്പറായിരുന്നു. കഴുത്തിൽ മാത്രം ഗോൾഡൻ്റെ ഒരു വർക്കായിട്ടാണ് വരുന്നത്. പാൻറ് ഇല്ല കേട്ടോ, ഷാളും കുർത്ത മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത്ര കാണുന്ന അത്ര ബ്രൈറ്റ്നസ് ഇല്ല. നോർമലായിട്ട് നമുക്ക് കാഷ്വൽ യൂസിനൊക്കെ പറ്റിയതും പാർട്ടിക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ സൂപ്പറായിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഷാളൊക്കെ അത്യാവശ്യം നീളമുണ്ട്, സൂപ്പർ ക്വാളിറ്റി ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ സെയിം ആ റെഡ് കമ്മൽ തന്നെയാണ് കേട്ടോ പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അപ്പം ഞാൻ 2 റെഡ് ഡ്രസ്സ് അൺബോക്സ് ചെയ്തു. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ട, സാരിയാണോ ചുരിദാറാണോ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഡ്രസ്സിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് വരുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? അപ്പോൾ എൻ്റെ കയ്യിൽ ഇതായി ഒരു റെഡ് കളർ ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാനൊരു റെഡ് കളർ ഇയറിങ്സും കൂടി കണ്ടത് കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അതും കൂടി ഒന്ന് ഓർഡർ ചെയ്തു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു. ഇതാ അതിൻ്റെ പാക്കിംഗ് ഒക്കെ സൂപ്പർ പാക്കിംഗ് ആയിരുന്നു. പിന്നെ അതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ കുറേ ടൈമൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഇതാ
ഇതാണ് കമ്മൽ വന്നിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ ഡ്രസ്സിൻ്റെ സെയിം കളർ റെഡ് തന്നെയാണ്. പിന്നെ ചുറ്റും ഒരു ഗോൾഡൻ്റെ സീക്വൻസ് ഒക്കെ വെച്ചിട്ട് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഈ റെഡ് ഡ്രസ്സ് കാണുന്ന അത്ര ബ്രൈറ്റ്നെസ് ഒന്നും ഇല്ല കേട്ടോ, വീഡിയോയിൽ കാണുമ്പോൾ ഉള്ള ബ്രൈറ്റ്നെസ് ഉള്ളു. അപ്പോൾ എല്ലാ ഡ്രസ്സും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ പ്രൈസും ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഇതേപോലെ ഇനിയും റിവ്യൂ വീഡിയോസ് ചെയ്യാന്ന് വെച്ചാൽ അതും കൂടി ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പം എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യാം. അപ്പം അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. പിന്നെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ല കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.